Hello, hi dear friends. നമ്മളുടെ ഇന്നത്തെ കുക്കിംഗ് വ്ളോഗും തുടങ്ങാമല്ലേ? അപ്പോൾ നമ്മളുടെ എന്താ പറയണ്ടേ, ലോക്ക്ഡൗൺ ഡേയ്സ്, നമ്മളെല്ലാവരും വീട്ടിലിരിക്കുന്ന സമയം. അപ്പോൾ വീട്ടമ്മമാർ പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാചകം തന്നെയാണ്. കാര്യം വീട്ടിലെല്ലാ അംഗങ്ങളും ഉണ്ട്, ആരും പുറത്തേക്ക് പോകണില്ല. മാത്രമല്ല കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് കൂടുതൽ ദിവസം നമ്മൾ കൂടുതൽ സമയം വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് വിശപ്പും കൂടുതലായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നും. അപ്പോൾ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കണം, അല്ലാതെ മെയിൻ ഫുഡ് ഉണ്ടാക്കണം. പിന്നെ സഹായിക്കാൻ ആരെയും തന്നെ കിട്ടില്ല. പാർട്ട് ടൈം ആയിട്ട് നമ്മളുടെ വീട്ടിൽ വരുന്ന സഹായിക്കാൻ വരുന്ന ഹെൽപ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരാരും വരുന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ എല്ലാം വീട്ടമ്മമാരുടെ തലയിലാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം വീട്ടിലുള്ള എല്ലാവരും കൂടി ചേർന്ന് കുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സന്തോഷത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഏതായാലും നിങ്ങൾ എന്നോട് ഒരുപാട് ദിവസം ആവശ്യപ്പെട്ട കാര്യമാണ് തീയൽ, വറുത്തരച്ച തീയൽ ഉണ്ടാക്കി കാണിക്കുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴായിരിക്കും അതിൻ്റെ സമയമായത്. ഞാനിങ്ങനെ എപ്പോഴെങ്കിലും കാണിക്കണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പച്ചക്കറികളൊന്നും ഉള്ള തീയലല്ല ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതേ കാര്യം ഞാനിപ്പോൾ ഏത് റെസിപ്പിയാണോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അത് ആവശ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്തും ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ നമ്മളുടെ ഒരു സാഹചര്യത്തിൽ ഒരു വെജിറ്റബിളും ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി കൊണ്ട് മാത്രവും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, ചെറിയ ഉള്ളിയും മുരിങ്ങയ്ക്കയും വെച്ചിട്ടാണ് ചെയ്യുന്നത്. മുരിങ്ങയ്ക്ക ഇവിടെ എനിക്കൊരു മുരിങ്ങ മരം ഉണ്ട്, അതിൽ കുറച്ച് മുരിങ്ങയ്ക്ക ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് മുരിങ്ങയ്ക്കയുണ്ട്. അപ്പോൾ മുരിങ്ങയ്ക്കയും കൊച്ചുള്ളിയും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മുരിങ്ങയ്ക്ക ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത്, കൊച്ചുള്ളി മാത്രം മതി, ചെറിയ ഉള്ളി കൊണ്ട് മാത്രം ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം, ചേർക്കാം. പിന്നെ എനിക്കിഷ്ടമാണ് തൊണ്ടൻ മുളകിൻ്റെ കാര്യം, അറിയാമല്ലോ നമ്മുടെ ഓണം സീരീസിലെല്ലാം തൊണ്ടമുളകുണ്ട്. അത് ഇവിടെ ട്രിവാൻഡ്രത്ത് അത് ധാരാളമായിട്ട് കിട്ടുന്നതാണ്. എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ തൊണ്ടമുളകും കൂടി ഇടുന്നു. അപ്പോൾ കുറച്ച് എനിക്ക് ഇഷ്ടമാണ്. നിങ്ങളത് വിഷമിക്കേണ്ട, ആ ഭാഗം വേണ്ടാന്ന് വയ്ക്കുക, അത്രേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു 10-20 ചെറിയ ഉള്ളി എടുക്കണം. ഓക്കെ, എന്നിട്ട് നീളത്തിലുള്ള ഇങ്ങനെ ഒരുപാട് ഖനം കുറയ്ക്കേണ്ട, നോക്കിക്കോളൂ. ഓരോ ഉള്ളിയും ഇങ്ങനെ 2-3 പീസസ് ആയിട്ട് ഇങ്ങനെ നീളത്തിൽ മുറിക്കുക, അത്രേ ഉള്ളൂ. ഈ രീതിയിൽ ഇത് ഞാൻ കാണിച്ചു തരാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മുരിങ്ങയ്ക്ക, 2 മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിൽ 2ആയിട്ട് മുറിക്കുക. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് സമയം ലാഭിക്കാനായിട്ട്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമ്മളുടെ ഉണ്ടമുളകുണ്ടല്ലോ, ഉണ്ടെങ്കിൽ 2-3 ചേർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ ഒരു 2 എണ്ണം ഇതുപോലെ അരിഞ്ഞിടാം. ഓക്കെ, അപ്പോൾ ഉള്ളി മാത്രമാണെങ്കിൽ ഉള്ളിയുടെ അളവ് ഇച്ചിരി കൂടെ കൂട്ടുക, ഒരു 25 ഉള്ളി എടുക്കുക. ഈ മുരിങ്ങയ്ക്ക വേണ്ട, അതിന് പകരം ഇപ്പോൾ വെള്ളരിക്കയാണ് കയ്യിലുണ്ടെങ്കിൽ വെള്ളരിക്ക ഇടാം, വെണ്ടയ്ക്കാണെങ്കിൽ അതിടാം, എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, ഇത്രയും കാര്യം. ചെറിയ ഉള്ളി ഒരു 2 വലുതെടുത്തിട്ട് ഞാൻ ഖനം കുറച്ച് ഇങ്ങനെ അരിഞ്ഞു. ഓക്കെ, അത് പിന്നെ കുറച്ച് കറിവേപ്പില, ഇത് 1.5 കപ്പോളം തേങ്ങയുണ്ട്. ആദ്യം നമ്മൾക്ക് ഡ്രൈ ഫ്രൈ ആണ്. ഇപ്പം ഞാൻ എണ്ണ ഒഴിക്കുന്നില്ല, 1.5 കപ്പ് തേങ്ങ ഇങ്ങനെ ചെറുകി വെച്ചത് എടുത്ത് ഇടുകയാണ്. അപ്പോൾ ഇത് നല്ല എന്താ പറയുക, നല്ല വിളഞ്ഞ തേങ്ങയാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇപ്പോൾ വിളഞ്ഞ തേങ്ങ കിട്ടാൻ നിർബന്ധമൊന്നുമില്ലല്ലോ. അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ അങ്ങനെ നിർബന്ധിക്കുന്നില്ല, വിളഞ്ഞ തേങ്ങ തന്നെ വേണമെന്ന്. ഉള്ളത് എന്താണോ അത് ഉപയോഗിക്കുക. പിന്നെ ആ ഉള്ളി 2 വലുത് അല്ലെങ്കിൽ ഒരു 3 ചെറിയ ഉള്ളി ഖനം കുറച്ച് നീളത്തിൽ. ഈ 2 കാര്യങ്ങളും പ്ലസ് നമ്മുടെ കറിവേപ്പില. ഇങ്ങനെ ഇപ്പം തേങ്ങയിൽ ഈർപ്പുണ്ടാകുമല്ലോ, അപ്പോൾ ഈർപ്പം പോകുന്നവരെ ഇങ്ങനെ ഡ്രൈ ഫ്രൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് അതിൻ്റെ ആ ഈർപ്പം മാറിക്കഴിഞ്ഞിട്ട് ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ മുരിഞ്ഞെടുക്കും. നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് മുരിച്ചെടുക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. സാധാരണഗതിയിൽ തേങ്ങയുടെ മൂപ്പൊക്കെ വളരെ പ്രധാനമാണ്. നല്ല വിളഞ്ഞ തേങ്ങയാണെങ്കിൽ നമ്മളിങ്ങനെ അരയ്ക്കുമ്പോൾ എണ്ണ ഇങ്ങനെ ഇറ്റ് വരും, ആ തേങ്ങയിൽ നിന്നുള്ള എണ്ണ, അതാണ് വേണ്ടത്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഏതാണോ ഇപ്പോൾ കയ്യിലുള്ളത് അത് ഉപയോഗിക്കാം. ഇപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടേ നിങ്ങളുടെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി, അത് നല്ലതാണ് തീയലുണ്ടാക്കാൻ, കുഴപ്പമില്ല. ഇപ്പോൾ വിദേശത്തൊക്കെ താമസിക്കുന്നവർക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കയ്യിൽ എന്തായാലും ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ മോളുടെ അവിടെ പോകുമ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് സാധാരണ മാഞ്ചസ്റ്ററിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ നിങ്ങൾ പുറത്തുള്ള ആൾക്കാരെല്ലാവരും ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കുക. ഇങ്ങനെ 1.5 കപ്പ് എടുത്തിട്ട് വറുക്കുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന അതേ പ്രൊസീജിയർ ചെയ്താൽ മതി, എല്ലാ കാര്യങ്ങളും. ബാക്കി എല്ലാം സെയിമാണ് കേട്ടോ. ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ നല്ല ഡ്രൈ ആയി കഴിഞ്ഞു തേങ്ങ. അപ്പോൾ ഞാൻ ഒരു തുള്ളി എണ്ണ പോലും ഒഴിച്ചിട്ടില്ല. ഇനി ഈ ഒരു സ്റ്റേജിൽ, അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പോലെ ആയില്ലേ. അപ്പോൾ ഇനി ഒരു സ്റ്റേജിൽ, അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉപയോഗിക്കുന്നവർക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും, അതാണ് സത്യാവസ്ഥ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടാണ് ഇനി അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ, ഒരു ടീസ്പൂണോ 1.5 ടീസ്പൂണോ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഒഴിക്കാം.
കണ്ടല്ലോ ഇച്ചിരി ഒഴിച്ചു. ഇനി വീണ്ടും നന്നായിട്ട്, അപ്പോൾ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും, നല്ല ബ്രൗൺ ആകണം. ഈ ഒരു സ്റ്റേജിൽ ഏതാണ്ട് ഒരു പകുതി മൂത്ത് തുടങ്ങുന്ന ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഒരു കാര്യം ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഇത്രയും, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, പെരുംജീരകമല്ല നല്ല ജീരകം, ഒരു 1/4, ഒരു 1/4 ടീസ്പൂണും ഒരല്പം കൂടി ആയാലും കുഴപ്പമില്ല, അര വേണ്ട എന്തായാലും. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ കിടന്ന് മൂത്തോളും. ഓക്കെ, അപ്പോൾ നമ്മളുടെ തേങ്ങ ഇങ്ങനെ നല്ല ബ്രൗൺ, ഗോൾഡൻ ബ്രൗൺ അല്ല, അതിനും അപ്പുറം ഒരു ഡാർക്ക് ബ്രൗൺ ആയിട്ട് മൂക്കണം. അപ്പോൾ ഒരു ഇടത്തരം മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് ഭയങ്കര ഫ്ലെയിം ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും ഫാസ്റ്റായിട്ട്, അത് പാടില്ല. നല്ല കരുകരുപ്പായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇച്ചിരിയോടെ സമയം എടുക്കുക അത് ആ കാര്യം. പിന്നെ ഞാൻ വേറൊരു ടിപ്പും കൂടി പറഞ്ഞുതരാം. പൊടിക്കൈ, അതായത് തേങ്ങ നമ്മൾ ചെറുക്കുമ്പോൾ പല രീതിയിലല്ലേ ചെറുക്കുന്നത്, അപ്പോൾ എല്ലാം യൂണിഫോം ആയിരിക്കില്ലല്ലോ പീസസ്, ചെറുതും വലുതും ഒക്കെ കയറി വരും. അപ്പോൾ വറുക്കുന്ന സമയത്തും ഒരു യൂണിഫോം പാറ്റേൺ കിട്ടാൻ കുറച്ച് കൂടുതൽ സമയമെടുക്കും. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് ചെയ്യാം, മിക്സിയിലിട്ട് ഒരടി അടിക്കുക തേങ്ങ, അപ്പോൾ എല്ലാം ഒരുപോലെ പൊടിഞ്ഞ് വരും. എന്നിട്ടിങ്ങനെ വറുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് മുരിച്ചെടുക്കാൻ സാധിക്കും, യൂണിഫോമായിട്ട് മുരിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മളുടെ വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അത് വെജിറ്റബിൾസ് എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഉള്ളി തീയലെന്ന് മനസ്സിൽ വിചാരിച്ചോളൂ, കുഴപ്പമില്ല. ഉള്ളി മാത്രമുള്ള തീയലായിട്ട് വിചാരിക്കാം. ഇത് മതിയൊക്കെ ഇട്ടുവെന്നേ ഉള്ളൂ. അപ്പോൾ ഉള്ളിയുടെ അളവ് മാത്രം കൂട്ടുക. ഇനി ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ പകുതി എടുത്താലും മതി. സവാളയും ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മളങ്ങനെ ചിന്തിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുമ്പോൾ ചെറിയ ഉള്ളി ഇങ്ങനെ കറക്റ്റ് അളവിന് ചേർക്കാം. അതിൻ്റെ കൂടെ വേകാൻ ആവശ്യമുള്ള വെള്ളം. അടുപ്പ് കത്തിച്ചല്ലോ, ഒന്നും കുഴപ്പമില്ല, കിടക്കട്ടെ. മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ കഷ്ണങ്ങൾ വേവിക്കുന്ന സമയത്ത് ഇടാം. അപ്പം ഞാൻ പറഞ്ഞ കളറിലേക്ക് മാറി വരുന്നുണ്ട്. ഇത് നോക്കിയേ, ബ്രൗൺ അല്ല, അതിലും ഭയങ്കരമായിട്ട് ബ്രൗൺ ആകണം. അപ്പോൾ ഡാർക്ക് ബ്രൗൺ കണ്ടില്ലേ, ഗോൾഡൻ ബ്രൗൺ എല്ലാം കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു കരിയാൻ പോകുന്ന പോലെയുള്ളൊരു ബ്രൗണിലേക്ക് പോകും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. കാര്യം എന്താ വെച്ചാൽ ഇത് ഭയങ്കര ചൂടാണ് ഈ പാത്രം. പിന്നെ ഇതിനകത്തിരുന്നൊരു മൂക്കലും കൂടി ഉണ്ട്. പിന്നെ പൊടികളിടുന്നത് ഈ ഒരു സ്റ്റേജിൽ തീയെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ വീണ്ടും ഒരല്പം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ചേർത്തു കഷ്ണങ്ങളുടെ കൂടെ. ഇനി ഒരു 1/4 ടീസ്പൂൺ ഇപ്പോൾ ഇതിനകത്ത് ചേർക്കുന്നു. ഇനി മുളക് പൊടി, അപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒന്നല്ല ശരിക്കും പറഞ്ഞാൽ ഒരു 1.25 വരെ ആകാം. ഇതിപ്പോൾ ഞാൻ 3 ടീസ്പൂണും ഒരല്പം കൂടി, അതായത് നല്ല ചൂടായി കിടക്കുകയാണ് പാത്രം, അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, നല്ല ചൂടായി പാത്രത്തിൻ്റെ ചൂടാണ്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി മതി, ധാരാളം. എല്ലാ കാര്യങ്ങളും ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ തന്നെ നമ്മൾ പാത്രം മാറ്റാം, ഇല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് കരി. ചൂടായല്ലോ, അതിൻ്റെ പച്ചമണമൊക്കെ മാറി. ഇച്ചിരി തണുക്കാനായിട്ട് ഞാൻ മാറ്റി. പൊടികളിട്ടത് കണ്ടല്ലോ. മുളക് പൊടി ഞാനൊരു 1 ടേബിൾ സ്പൂണും പിന്നെ ഒരു 1/4, അങ്ങനെയാണ് 1.25. പിന്നെന്താ, മല്ലിപ്പൊടി ഞാൻ 2 ടീസ്പൂണാണ്, അത്ര ആവശ്യമുള്ളൂ. അപ്പോൾ കറക്റ്റായി. ചീനച്ചട്ടിയിൽ നിന്നും പെട്ടെന്ന് തന്നെ മാറ്റണം, നമ്മൾ പാകത്തിന് മൂപ്പിച്ച് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഇരുന്നൊരു മൂക്കലുണ്ട് കേട്ടോ, അത് വെരി ഡേഞ്ചറസ്, അത് കരിഞ്ഞു പോകും അല്ലെങ്കിൽ. ഇനിയിപ്പോൾ കുഴപ്പമില്ല, പരന്ന പ്ലേറ്റിലേക്ക് മാറ്റി. ഇത് നന്നായിട്ടൊന്ന് തണുത്തിട്ട് മിക്സി, സത്യം പറഞ്ഞാൽ അരകല്ലിലൊക്കെ അരച്ചാൽ, ഇപ്പോൾ ഞാൻ താഴത്തെ കിച്ചണിലാണെങ്കിൽ ഞാൻ അരച്ച് കാണിക്കായിരുന്നു. വീടുകളിൽ എല്ലാ വീടുകളിലും അരകല്ലില്ലല്ലോ, അപ്പോൾ എന്താ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് മിക്സി ഉപയോഗിച്ചിട്ട് വെള്ളം ഒഴിക്കാതെ ആദ്യം ഒന്ന് അരയ്ക്കണം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ എണ്ണ ഇങ്ങനെ വരുന്ന കാണാം, ഞാൻ കാണിച്ചു തരാം. അതിൽ നിന്നും തേങ്ങയിൽ നിന്ന് എണ്ണ ഇറങ്ങി വരും. അതൊന്ന് അരച്ചാലോ. അപ്പോൾ ഇതൊന്ന് തണുത്തിട്ട് അരയ്ക്കാം. അപ്പോൾ ഇത് ബൈ ദ ടൈം ഇതൊന്ന് വേഗവും ചെയ്യും. അപ്പോൾ കഷ്ണങ്ങളിൽ പിടിക്കാനായിട്ട് ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്തല്ലോ ഓൾറെഡി. ഉപ്പും കൂടി ഞാൻ ചേർക്കുകയാണ്. വേണമെങ്കിൽ ഇനിയും ചേർക്കാമല്ലോ. പീസസ് ഇങ്ങനെ വെന്ത് തുടങ്ങി.
വേഗമാണ് ഗ്ലാമർ കൂടുന്നത്. നീ നോക്കി മുരിങ്ങയ്ക്കെല്ലാം. ഇനി ഒരു കാര്യം കൂടി നമ്മൾ കരുതി വയ്ക്കാം. ഇച്ചിരി പുളി വേണ്ടി വരും, കുറച്ച്. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ നമ്മളുടെ നാളൻ പുളി എടുത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് വയ്ക്കാം കുതിരാനായിട്ട്. രണ്ട് കാര്യമാണ്. വേണമെങ്കിൽ പുളിയും കൂടി നമ്മൾ ഈ വറുക്കുന്ന കൂട്ടത്തിലിട്ട് വറുത്തെടുക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ പുളി കറക്റ്റ് അളവ് നമ്മൾ അറിഞ്ഞിരിക്കണം, കൂടുവാനും കുറയാനും പാടില്ല. ഇങ്ങനെ ചെയ്താൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം പുളി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. എന്തായാലും ഞാനിത് കുതിരാനായിട്ട് വെച്ചിരിക്കും. ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചല്ലോ, കുതിർന്നിരിക്കട്ടെ. വാളൻ പുളി കുതിരാൻ വെച്ചു. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അരയ്ക്കാൻ. തണുത്തു കേട്ടോ തേങ്ങയില. മിക്സിയിലേക്ക് മാറ്റാം. ഇപ്പോഴേ നല്ലൊരു തീയലിൻ്റെ മണം വരുന്നുണ്ട്. ആദ്യം ഡ്രൈ ആയിട്ടൊന്ന് പൊടിക്കും. വെള്ളമൊന്നും ചേർക്കരുത്. ഈ തവി എടുക്കട്ടെ, വീണ്ടും പൊടിക്കും. അപ്പോൾ ഇത് പൊടിഞ്ഞ് വരുമ്പോൾ പിന്നെ അരഞ്ഞു തുടങ്ങും. അന്നേരമാണ് എണ്ണ വരുന്നത്. കണ്ടോ എണ്ണ തെളിയുന്നേ? എത്ര ആയപ്പോൾ തന്നെ എണ്ണ തെളിഞ്ഞു തുടങ്ങി. ഓ മൈ ഗോഡ്. വീണ്ടും ഇനി ഞാൻ മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ഞാൻ മാറ്റാൻ പോവാം. ചമ്മന്തി പൊടി പോലെ ഇരിക്കുന്നല്ലേ? ഓൾമോസ്റ്റ് അത് തന്നെയാണ് സംഭവം. നോക്കൂ. ഓ മൈ ഗോഡ്, കണ്ടോ എണ്ണ വന്ന് കണ്ടോ? ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി എണ്ണയിൽ കടന്ന് തന്നെ ഈ എണ്ണയിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം. തേങ്ങയിൽ നിന്ന് ഇറങ്ങുന്ന ഓയിൽ, ഇതാണ് വേണ്ടത്. അതാണ് നമ്മളുടെ ചാലഞ്ച്. ഈ എണ്ണയിൽ നല്ല ഇങ്ങനെ മഷി പോലെ അരച്ചെടുക്കും. ഇത് നോക്കി, എനിക്കത് കണ്ടിട്ട് തന്നെ സന്തോഷം. ഇത് വെള്ളം ഒന്നും ഒഴിക്കാതെ നമ്മൾ തേങ്ങ അരക്കും. നോക്കൂ, നല്ല ലൂസായി വന്നതല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എണ്ണ പിന്നെയും ഇറങ്ങുന്നു എന്നുള്ളതാണ്. അരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കൂടുതൽ അരയുമ്പോൾ കൂടുതൽ എണ്ണ വരും. ഇനി കുറച്ചുകൂടെ സ്മൂത്തായിട്ട് അരയ്ക്കാൻ പറ്റും. ഈസിയാണ്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഓക്കേ, അപ്പോൾ കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്കാണ് നമ്മൾ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ വെള്ളം തൊടാതെ അരച്ചു. ഇനി നമ്മൾ വെള്ളത്തിലേക്കാണിത് ഒഴിക്കാൻ പോകുന്നത്. അത് സാരമില്ല, കാര്യം ഇതെല്ലാം റെഡിയായി വരുമ്പോൾ എണ്ണ തെളിഞ്ഞ് വരും കറിയിൽ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തേങ്ങ വറുക്കുമ്പോൾ കരിയുന്ന പോലെ വറുക്കരുത്. പക്ഷേ മൊഴിയുമ്പോൾ അത് കുറച്ച് കൂടുതൽ മൊരിയണം, അത്രേ ഉള്ളൂ. കരിയുന്ന പോലെ ആയാൽ കരിഞ്ഞ ടേസ്റ്റായി പോകും. അത് മാത്രം നോട്ട് ചെയ്താൽ മതി. ഒരു ഡാർക്ക് ബ്രൗൺ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. അരപ്പിനാവശ്യമുള്ള വെള്ളം. അത് ഇനിയിപ്പോൾ മിക്സി എന്തെങ്കിലും ഒന്ന് കഴുകണം. മിക്സി കഴുകി വെള്ളം ഒഴിക്കും. ഇനി എല്ലാം കൂടി കിടന്നൊന്ന് ചെറിയ തീയിൽ തിളയ്ക്കട്ടെ. ഇനി ഒരു കാര്യം കൂടി ചേർക്കണം, പുളിവെള്ളം. എന്നാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. പുളി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നല്ലോ, അതിൽ നിന്ന് ഒരു നെല്ലിക്ക വലുപ്പത്തിലാണ് എടുത്തത്. ആവശ്യാനുസരണം ഇച്ചിരി ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് പുളി ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഒരൽപ്പം പുളിയും കൂടി, ഒരൽപ്പം ഉപ്പും കൂടി വേണ്ടി വരും. ഒരൽപ്പം വെള്ളവും കൂടി. ഇനി ചെറിയ തീയിൽ കിടക്കട്ടെ. ഇനി ചെറിയ തീയിൽ കിടന്ന് ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ കിടക്കുമ്പോൾ
എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും, ചാറ് കുറച്ചുകൂടി ഒന്ന് കുറുകും. അപ്പോൾ നമ്മുടെ ഉള്ളിത്തീയൽ റെഡിയാണ്. നോക്കിയേ, എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നു. ഇത് നോക്കൂ, കണ്ടോ, എണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് മേളിലേക്ക് വരും. ഇതിങ്ങനെ നല്ല കുറുകിയ ചാറോടുകൂടിയാണ് ഞാൻ ഈ തീയൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനെക്കാട്ടിലും ചാറ് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഇത്രയും വറ്റുന്നവരെ വെയിറ്റ് ചെയ്യാതെ എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഇതിങ്ങനെ സൈഡ് കറി പോലെ വേണമെങ്കിൽ കഴിക്കാം. ചിലർക്ക് ഒഴിച്ച് കഴിക്കുന്ന ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടെ ലൂസാക്കി ചെയ്യാം, അത്രേ ഉള്ളൂ. പക്ഷേ ഇതിങ്ങനെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. എന്താ പറയുക, ഒന്നൊന്നര ടേസ്റ്റാണ്. പിന്നെ ഇച്ചിരി ഒന്ന് താളിച്ചും കൂടി ഒഴിക്കാം, അതും കൂടെ കഴിഞ്ഞാൽ കംപ്ലീറ്റ്. നല്ല വെളിച്ചെണ്ണയിൽ തന്നെ താളിക്കും. ഇതിൽ തന്നെ ഓൾറെഡി ധാരാളം എണ്ണ ഉണ്ടെങ്കിലും കുറച്ചെണ്ണ മതി, അത് കാരണം ഞാൻ അല്പം എണ്ണ എടുക്കുന്നുള്ളൂ. ഓഫ് ചെയ്യാം. എന്നിട്ട് തീയലിൻ്റെ മുകളിലേക്ക് കടുക് താളിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കണ്ടല്ലോ. സിമ്പിൾ. ഇതിപ്പോൾ മുരിങ്ങയ്ക്കയും കൂടി ഉള്ളതുകൊണ്ടും തൊണ്ടൻ മുളക് ഉള്ളതുകൊണ്ടും ആ പീസസും കൂടെ കിടക്കും, മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് പീസാണോ ഇടാൻ ഇഷ്ടം അത് ഇടുക, ഇല്ലെങ്കിൽ ഉള്ളി മാത്രം വെച്ചും. ഇനി ഒന്നും ചെയ്യാം. ഇതിനി ഇച്ചിരി കൂടെ കുറുകണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി അടുപ്പിൽ ചെറിയ തേയിലിട്ടിരുന്നാൽ മതി. വീണ്ടും എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും, കുറച്ചുകൂടി കുറുകി വരും. ആഹാ, ഓക്കെ. ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയാലോ ചേലേ. അപ്പോൾ ആ വൈറ്റ് കളറിലെ പാത്രത്തിലേക്ക് ഞാൻ മാറ്റാൻ പോവാം. അപ്പോൾ കുറച്ചുകൂടി കളർഫുള്ളായിട്ട് കാണാൻ പറ്റുമല്ലോ. തീയൽ നല്ല ഒന്നാം തരം വറുത്തരച്ച തീയൽ റെഡിയാണ്. എല്ലാ ക്ലിയറൻസും കഴിഞ്ഞു. ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിക്കട്ടെ. എനിക്ക് പറയുമ്പോൾ തന്നെ നാവിലിങ്ങനെ കപ്പിലോടുന്ന അത്രയും ടേസ്റ്റാണ്. എന്താ അറിയോ, തീയൽ എൻ്റെ ഫേവറേറ്റാണ്. കറികളുടെ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലൊന്നാണ് തീയൽ. പുളിശ്ശേരിയും തീയലും അല്ലെങ്കിൽ തൈര്, അധികം പുളിയില്ലാത്ത തൈര് തീയലൊക്കെ എൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻസിലൊന്നാണ്. നിങ്ങളും അങ്ങനെ ചെയ്ത് കഴിച്ചു നോക്കുക, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂട് ചോറ് തീയലും മാത്രം മതി സത്യം പറഞ്ഞാൽ ചോറിന്. ഇത് ഒരു പെർഫെക്റ്റ് റെസിപ്പി ആയിരിക്കും. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് എരിവ് കൂട്ടോ കുറയ്ക്കോ പുളി അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഇതൊരു കറക്റ്റ് സൈസിനാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു മെത്തേഡ് ഇത് നമ്മളുടെ വീട്ടിൽ സ്ഥിരം ചെയ്യുന്നൊരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പറയട്ടെ, ഈ ഒരു സമയത്ത് ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് വറുത്തരച്ച തീയലും തയ്യാറാക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. എന്തായാലും എല്ലാവരും വീടുകൾക്കുള്ളിൽ സേഫായിട്ടിരിക്കുക. നമ്മൾക്ക് വേണ്ടി ഫോർഫ്രണ്ടിൽ നിന്നും ഈ കൊറോണ വൈറസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന നമ്മളുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും പിന്നെന്താ പറയേണ്ടത് നമ്മുടെ ഗവൺമെൻറ്റും ഡോക്ടേഴ്സ്, നഴ്സസ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും, ഫോഴ്സസ്, എവറിബഡി എല്ലാവർക്കും നമ്മളുടെ പ്രാർത്ഥനയും നമ്മളവരെ ഓർമ്മിക്കുകയും ചെയ്യാം.